ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൊഞ്ചം മുളകിട്ടതാണ്. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന ആ ടൈമിന് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാട്ടാണ് എടുത്തത്, അതുകൊണ്ട് ഒരു ഉള്ളി എടുത്തിന്. വലുപ്പമുള്ള ഉള്ളിയാണെങ്കിൽ പകുതി മതി. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത്. ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ തക്കാളി എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊഞ്ചം ചേർത്ത് കൊടുക്കാം. കൊഞ്ചന് ഞാനിപ്പോൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലെമൺ സൈസ് പുളി വെള്ളത്തിൽ ഒന്ന് പുതർത്തി വെച്ചതാണ്. അത് ഞാൻ കുരു കളഞ്ഞിട്ട് എടുത്തിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. ഈ ഒരു സമയത്തിലേക്ക് കൊഞ്ചനും വെന്ത് വരും. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സമയത്ത്. അപ്പം ഇതാ അതെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ കൊഞ്ചനും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് എത്രയാണോ കട്ടി വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലേക്ക് കുറുക്കി എടുക്കാം. ഞാനിപ്പം ഈ ഒരു കട്ടിക്കാട്ട എടുക്കുന്നത്. നല്ല ലൂസായിട്ടും അല്ല നല്ല കട്ടിക്കും അല്ലാത്ത രീതിയിൽ അങ്ങനെ എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിന് മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ അങ്ങനെ മതി. ഇപ്പം നമ്മളെ കൊഞ്ചം മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.